മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടിയുടെ മൃതദേഹം കബറടക്കി. രാവിലെ 10 മണിയോടെ താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഉന്നത സ്ഥാനം വഹിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. സൗമ്യമായ ഇടപെടലുകൾ അദ്ദേഹത്തെ ഏറെ ജനകീയനാക്കി. താഴെത്തട്ടിൽ നിന്ന് വളർന്നുവന്ന് നേതൃനിരയിലെത്തിയ നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടു. 1953 ജനുവരി 15 കെ സേതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി താനൂരിൽ ജനിച്ചു. വായനയോടും എഴുത്തിനോടും ചെറുപ്പം മുതലേ വലിയ താല്പര്യമായിരുന്നു. ആഴത്തിലുള്ള വായനയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇതിനായി വീട്ടിൽ സ്വന്തമായ ഒരു ലൈബ്രറി തന്നെ അദ്ദേഹം ഒരുക്കിയിരുന്നു. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. പാർട്ടി രംഗത്തും പൊതുരംഗത്തും പല വിഷയങ്ങളും പഠിച്ച് അവതരിപ്പിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് കൂടിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ജില്ലാ കൗൺസിൽ നിലവിൽ വന്ന ഘട്ടത്തിൽ അംഗമായും പിന്നീട് ജില്ലാ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി തലത്തിലും മണ്ഡലം ഭാരവാഹി സ്ഥാനത്ത് നിന്നും ആരംഭിച്ച അദ്ദേഹം ജില്ലാ ഭാരവാഹിയായും സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിരുന്ന അദ്ദേഹം നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാനാണ്. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നുമാണ് ആദ്യമായും നിയമസഭയിലെത്തുന്നത്. പിന്നീട് 1996 2001 തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ആശ്രയ പദ്ധതി കൂടുതൽ ജനകീയമാക്കിയതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വളരെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കോളേജിലുണ്ടായിരുന്ന ആ കാലം തൊട്ട് അത് കഴിഞ്ഞ് താഴെ തട്ടിൽ നിന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജില്ലയിൽ അങ്ങനെ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ്. ഇന്ന് രാവിലെ 10 മണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്തി. രാത്രി 8:30 താനൂർ വടക്കേപ്പള്ളിയിലാണ് ഖബറടക്ക ചടങ്ങുകൾ നടന്നത്. പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. സാധാരണക്കാർക്കും അടിസ്ഥാന വർഗ്ഗങ്ങൾക്കും വേണ്ടി നിലകൊണ്ട ഒരു നേതാവിനെ കൂടിയാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. മീഡിയ 1 തിരൂർ.